ഹലോ, ഗുഡ് ഈവനിങ്. വളരെ ഷോക്കേറ്റ ഒരു വാർത്തയ്ക്ക് ശേഷമാണ് ഞാൻ ഈ ഫ്ലോറിലേക്ക് കയറുന്നത്. നിങ്ങൾക്കറിയാം, കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആനയിടിഞ്ഞ് 2 ആനകൾ ഇടഞ്ഞ് 3 പേർ മരിച്ചു എന്നുള്ള വാർത്ത കേട്ടുകൊണ്ടാണ് ഫ്ലോറിലേക്ക് വരുന്നത്. അതിൻ്റെ ഭീകരമായ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. ആനകളെ എഴുന്നള്ളിക്കണോ, ഉത്സവത്തിൽ ആനകളെ ഉൾപ്പെടുത്തണോ എന്നൊക്കെയുള്ള കാര്യം ആളുകൾ ചിന്തിക്കേണ്ട കാര്യമാണ്. എന്തായാലും മരണമുണ്ടായി, 3 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ആ സങ്കടത്തോടെയാണ് ഞാൻ ഈ ഫ്ലോറിലേക്ക് കയറുന്നത്. പ്രൈം ടൈം ഇത് SKN ആരംഭിക്കുന്നു. ഈ ഭീകരമായ ദൃശ്യങ്ങൾ ഉണ്ടായത് കോഴിക്കോട് കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിലാണ്. ഇവിടെ 2 ആനകൾ ഇടഞ്ഞ് 3 പേരാണ് മരിച്ചത്. കുറുവങ്ങാട് സ്വദേശികളായ ലീല, അമ്മുക്കുട്ടി, വടക്കയിൽ രാജൻ എന്നിവർക്കാണ് മരണം സംഭവിച്ചത്. 30ഓളം പേർക്ക് പരിക്കേറ്റുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 14 പേരുടെ പരിക്ക് ഗുരുതരമായി തുടരുകയാണ്. കരിമരുന്ന് പ്രയോഗത്തിനിടെ ഇടഞ്ഞ ആന മറ്റൊരു ആനയെ കുത്തിയതിനു ശേഷമാണ് ഈ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായത്. കാരണം വെച്ചാൽ ആന പ്രാണരക്ഷാർത്ഥം ഓടി ആന ബലി പിടിച്ച കാരണം വെച്ചാൽ ഇവർ ഒരിക്കലും ചെയ്യാത്തൊരു കാര്യം ചെയ്താ. കാരണം വെച്ചാൽ ആ വെടിക്കെട്ടിൻ്റെ അവിടെ വെച്ചിട്ടൊരു വെടിക്കെട്ട് പൊട്ടി ഒരിക്കലും ചെയ്യാത്തൊരു കാര്യം അത് ആരാ ചെയ്തത്, എന്താ ചെയ്തതെന്നും അറിയില്ല. കാരണം വെച്ചാൽ 2 ഇതുണ്ട്, 2 വരവ്. അപ്പോൾ ആ സൈഡിൽ ഈ സൈഡിലുണ്ട്. ഉണ്ട്. ആ സൈഡിൽ ആ സമയത്ത് നമ്മളെന്തായാലും ഉണ്ടാവും. കാരണം വെച്ചാൽ ഞങ്ങളെ വരവ് വരുന്നേരോ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു വരവ് വരിക, നമ്മുടെ ദേശത്തു നിന്ന് ഒരു വരവ് വരുമ്പോൾ നമ്മൾ അതിൻ്റെ ഭാഗത്ത് ഉണ്ടാവും. അപ്പോൾ അവിടെ എത്തുന്ന സമയത്താണ് ഈ കാര്യം നടന്നത്. അമ്പലമുറ്റത്ത് വെച്ചിട്ടാണോ വെടിക്കെട്ട്? അല്ലല്ല, അമ്പലത്തിന്റെ പുറകുന്ന അതിന്റെ ഒരു കുളത്തിന്റെ ഒരു ഭാഗമുണ്ട്, അവിടെയാണ് 2 ആനേനെ കെട്ടിയത്. ആ ഭാഗത്തുനിന്ന് വെടിക്കെട്ട് നടത്തിയപ്പോൾ ആന ഇടഞ്ഞോടിയതാ. ആന അത് പേടിച്ചോടിയതാ. ആന ഇടഞ്ഞെന്ന് നമുക്ക് ഒരിക്കലും ഈ കാര്യത്തിൽ പറയാൻ പറ്റില്ല. കാരണം സംഭവത്തിൽ പ്രാഥമിക അന്വേഷണം തുടങ്ങിയതായി റൂറൽ SP KE ബൈജു 24നോട് പറഞ്ഞു. ആന തമ്മിൽ ഇടഞ്ഞു, ഒരു ആന ഉപദ്രവിച്ചു. അപ്പോൾ ആ ആന ഓടിക്കേറിയ ബിൽഡിങ്ങിൽ താഴ്ത്തുന്ന ആളുകൾക്ക് പരിക്ക് പറ്റുന്നുള്ള പതകം മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ ആന ഉപദ്രവിച്ചതാണെന്നുള്ളത് പോസ്റ്റ്മോർട്ടത്തിൽ അറിയാൻ പറ്റുള്ളൂ. 2 വരവുണ്ട് ഈ അമ്പലത്തിലേക്ക്. ഒരു വരവ് വരെ തുടങ്ങാൻ വേണ്ടി ആരംഭം തുടങ്ങണമെന്ന് അറിയിക്കാൻ വേണ്ടി എന്തോ പടക്കം പൊട്ടിച്ചു. അപ്പോൾ ഈ ആന വരണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ ആനകളാണ് 2 പേരും. അപ്പം അത് പ്രൊസഷനിലൊക്കെ പോയി പരിചയമുള്ള ആന എന്നാണ് പ്രാഥമികമായിട്ട് മനസ്സിലാക്കുന്നത്. പിന്നെ എന്ത് സംഭവിച്ചെന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. 2 ആനകൾ ഇടഞ്ഞ് 3 പേർക്ക് ജീവൻ നഷ്ടമായ ഈ കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിൽ നിന്ന് മിഥില ബാലൻ തത്സമയം ചേരുകയാണ്. മിഥില, യഥാർത്ഥത്തിൽ ഈ ആന ഓടുന്നത് കണ്ട് തിക്കിത്തിരക്കി മാറിയ ആളുകൾക്കാണോ അപകടം സംഭവിച്ചത്? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ച? പുതിയതായി വന്ന പ്രേക്ഷകർക്ക് ചിലപ്പോൾ ഈ വാർത്ത അവരറിഞ്ഞിട്ടുണ്ടാവില്ല, വിശദമായി പറഞ്ഞാൽ. തീർച്ചയായും SKN വൈകുന്നേരം 6 മണിക്കാണ് മണക്കുളങ്ങര ദേവീക്ഷേത്രമാണ്, ഭഗവതി ക്ഷേത്രമാണ്. ഇവിടെ ഇന്ന് ഉത്സവത്തിൻ്റെ സമാപന ദിവസമാണ്. ഈ സമാപന ദിവസം വരവ് വരുന്നതിന് മുന്നോടിയായിട്ടാണ് ഈ 2 വരവ് വരുന്നത് അറിയിച്ചുകൊണ്ടുള്ള വെടിക്കെട്ടായിരുന്നു. ആ വെടിക്കെട്ട് നടക്കുന്ന സമയത്താണ് ഈ 2 ആനകൾ ഇടഞ്ഞത്. നമുക്കിവിടെ ആളുകളുണ്ട്, അവരോട് തന്നെ ഇവിടെ ആ സമയത്ത് ഇവിടെയുള്ള ആളുകളുണ്ട്, അവരിൽ നിന്ന് തന്നെ കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമാവും. എന്താണ് ഇവിടെ സംഭവിച്ചത്? കുറുവങ്ങാട് ഗ്രൗണ്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ക്ഷേത്രം. വളരെ ആളുകൾ ഒന്നിച്ച് കൂടി നിൽക്കുന്ന ഒരു ക്ഷേത്ര ഉത്സവമാണ്. ഇന്ന് സമാപന ദിവസമാണ്. ഈ ആഘോഷ വരവുകളെല്ലാം വരുന്നൊരു പീക്ക് ടൈമാണ്. ഈ വിശ്വാസികൾ ഒന്നിച്ച് നിൽക്കുന്ന സമയത്ത് എഴുന്നള്ളത്തിന് വേണ്ടിയുള്ള ആനയെ തിടമ്പ് ഏറ്റുന്നൊരു ഘട്ടമാണ്. അപ്പോഴാണ് ഒരു ആന മറ്റൊരു ആനയുടെ മേത്തേക്ക് കുത്തുന്നൊരു സ്ഥിതി ഉണ്ടായത്. അപ്പോൾ ഈ 2 ആനയും കൂടി ഇളകി ആ പരിഭ്രാന്തിയിലാണ് പ്രശ്നങ്ങൾ. വരവിന് മുന്നോടിയായിട്ടുള്ള കഥനിയായിരുന്നോ പൊട്ടിയത്? അല്ല, അത് ഇങ്ങനെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ എത്തുമ്പോൾ ചെറിയ പടക്കങ്ങൾ പൊട്ടുന്നു. പക്ഷേ അതാണോന്നറിയില്ല. എന്തായിരുന്നാലും ആനയുടെ ചലനത്തിന് മുകളിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഓഫീസിനോടനുബന്ധിച്ചുള്ള കെട്ടിടത്തിൻ്റെ മുകളിൽ ആന വീഴുന്നത്. അങ്ങനെ അവിടെ നിന്നിരുന്ന ആളുകളുടെ മേലേക്ക് ഈ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നുള്ള ഇതെല്ലാം വീഴുകയും അങ്ങനെ 3 പേര് നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഈ 2 ആനയും ഓടുകയും ആ ആനയെ നമുക്ക് വളരെ വൈകാതെ തളയ്ക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് കൂടുതൽ ദുരന്തമില്ലാതെ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എത്രത്തോളം ആളുകളുണ്ടായിരുന്നു ആ സമയത്ത്? പ്രത്യേകിച്ച് സമാപന ദിവസമാണ്, കൂടുതൽ ആളുകൾ എത്തുന്ന ഒരു അമ്പലം കൂടിയാണിത്. ഇവിടെ ഇന്ന് സമാപനമായതുകൊണ്ട് ആയിരക്കണക്കിന് ആളുകളുണ്ട്. താലപ്പൊലിയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ളത്. ആ താലപ്പൊലിക്ക് ഉള്ള ആനയായിരുന്നു ഈ 2 എണ്ണം പോകുന്നത്. അപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ ഈ വരവിനും തന്നെ ആയിരക്കണക്കിന് ആളുകളുണ്ട്. അതുകൊണ്ട് താലപ്പൊലി ഒരുപാട് ആളുകൾ. നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെയായിരുന്നു ഈ 2 ആനകളെയും നിർത്തിയിട്ടുണ്ടായിരുന്നത്. വരവിന് മുന്നോടിയായിട്ട് തിടമ്പ് ഏറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്താണ് ഇത്തരത്തിൽ ആന ഇടഞ്ഞ് മറ്റൊന്നിനും മുകളിലേക്ക് ഇതാക്കിയത്. ഇതാണ് ഈ കെട്ടിടമാണ് തകർന്നു വീണത്. ഈ കെട്ടിടത്തിലേക്കാണ് ഒരു ആന മറിഞ്ഞു വീണു എന്നാണ് ഇപ്പോൾ ദൃക്സാക്ഷികൾ പറയുന്നത്. അങ്ങനെയാണ് ഈ കെട്ടിടം, ഈ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്ന ഈ കെട്ടിടം ഇത്തരത്തിൽ തകർന്ന് വീണത്. ഇവിടെ കുറേ ആളുകൾ ഇരിക്കുന്നുണ്ടായിരുന്നു.
അവരെല്ലാമാണ് ഓടിയത്. അങ്ങനെ ചിതറി ഓടിയ സമയത്താണ് ഇത്തരം കൂടുതൽ ആളുകൾക്ക് പരിക്ക് പറ്റിയത്. അതിലാണ് 3 പേരുടെ ജീവൻ നഷ്ടമായത്. ഇവർ സൂചിപ്പിച്ചതുപോലെ തന്നെ സമാപന ദിവസമായിരുന്നു ഇന്ന്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ, ഈ ഒരു പ്രദേശത്തെ കുറുവങ്ങാട് ഏറ്റവും വലിയ അമ്പലം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ സമാപന ദിവസത്തും സാധാരണ ഒരുപാട് ആളുകൾ, 1000കണക്കിന് ഭക്തജനങ്ങൾ ഇവിടെ എത്തുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. നമുക്കറിയാം, ഈ കാണുന്ന ദൃശ്യങ്ങൾ കാണാം. ഇത്രയധികം കെട്ടിടങ്ങൾ വലിയ രീതിയിൽ ആന ചരിഞ്ഞു തകർത്തു എന്നാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. കാരണം നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, ഒരാന മറ്റേ ആനയെ കൊമ്പ് കൊണ്ട് കുത്തുന്നു. ഒരു 10-15 മിനിറ്റോളം ആ 2 ആനയും തമ്മിലുള്ള കൊമ്പ് കോർക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. അങ്ങനെയാണ് ആളുകൾ ഇവിടെ നിന്ന് പരിഭ്രാന്തരായി ഓടിയത്. അങ്ങനെ ഓടി നിലത്ത് വീഴുകയൊക്കെ ചെയ്ത ആളുകൾക്കാണ് പരിക്കേറ്റുള്ളത്. അതിലുള്ള 3 പേരുടെ ജീവനാണ് നമുക്ക് നഷ്ടമായിട്ടുള്ളത്. അല്പസമയം മുമ്പ് റൂറൽ SP ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം നമ്മളോട് സംസാരിച്ചത് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ 2 ആനയാണ്. ആനയ്ക്ക് കൃത്യമായ ഫിറ്റ്നസ് ഉണ്ട്. ഈ അത്തരത്തിലുള്ള അമ്പലത്തിൽ ഉത്സവത്തിന് കൊണ്ടുവരാനുള്ള എല്ലാ സുരക്ഷാ മുന്നൊരുക്കമെല്ലാം ഈ ആനയ്ക്ക് ഉണ്ട് എന്നാണ് പറഞ്ഞത്. മാത്രമല്ല പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രാഥമിക അന്വേഷണവും ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. കൊയിലാണ്ടി തഹസിൽദാർ ജയശ്രീ വാര്യർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ സ്ഥലത്തുണ്ട്. MLA എത്തി അല്പസമയം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം പറഞ്ഞത് എന്താണ് ഇവിടെ സംഭവിച്ചത്, ഏതെങ്കിലും ഈ പറയുന്നത് പോലെ ഈ ഒരു വരവിന്റെ മുന്നോടിയായിട്ടുള്ള കതിന ഉണ്ടായിരുന്നു. ഈ കതിന പൊട്ടിയ സമയത്ത് അതിൽ ശബ്ദം കേട്ട് പ്രകോപിതമായിട്ടാണോ ഇത്തരത്തിൽ ആന ഇവിടെ നിന്നും ഓടിയത്, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അല്പസമയം മുമ്പ് റൂറൽ SP ഇവിടെ എത്തി സ്ഥിതിഗതികൾ പ്രാഥമിക അന്വേഷണം തുടങ്ങി എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. വൈകുന്നേരം 6 മണിയോടെയാണ് ഒരു സംഭവം ഉണ്ടായത്. മണക്കുളങ്ങര ഭഗവതി ക്ഷേത്രമാണ്. നമുക്കറിയാം, ഈ അമ്പലത്തിൻ്റെ മുറ്റത്ത്, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മുറ്റത്തായിരുന്നു, ഈ മുറ്റത്തിൻ്റെ ഈ സൈഡിലായിരുന്നു 2 ആനകളെ നിർത്തിയിട്ടുണ്ടായിരുന്നത്. തിടമ്പ് ഏറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് വരവിനൊപ്പം പോകേണ്ട ആനയായിരുന്നു. 2 വരവുകൾ വരാനിരിക്കുകയായിരുന്നു. ആ 2 വരവുകൾ അമ്പലത്തിലേക്ക് എത്തുന്നു എന്നത് കാണിക്കാനുള്ള കതിനയായിരുന്നു പൊട്ടിയിട്ടുണ്ടായിരുന്നത്. ആ കതിനയുടെ ശബ്ദം കേട്ടാണോ ഇനി ആന ഇത്തരത്തിൽ പ്രകോപിതമായത് എന്നത് കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. എന്തുതന്നെയാലും കൃത്യമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ നടക്കേണ്ടതുണ്ട്. നിലവിൽ അതുതന്നെയാണ് ഈ പ്രദേശത്തുള്ള ആളുകളും പറയുന്നത്. ഇത്തരത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായി എന്ന് തന്നെയാണ് കരുതേണ്ടിയിരിക്കുന്നത്. എന്തായാലും പരിക്കേറ്റ ആളുകളെല്ലാം തന്നെ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ആദ്യഘട്ടത്തിൽ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലേക്കായിരുന്നു. ഈ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നോ? നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ? ആ സമയത്തില്ല, പിന്നീട് വന്നതാണ്. ആളുകളെ കൊയിലാണ്ടി ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയത്. നിങ്ങൾ വരുന്ന ഉത്സവം സാധാരണ വരുന്ന ഉത്സവമാണോ അത്? സാധാരണ വരുന്ന ഉത്സവമാണ്. ഇവിടെ ആ സമയത്ത് ഇത് ആന അടഞ്ഞ സമയത്ത് ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. ഒരു താലപ്പൊലി എഴുന്നള്ളത്തിന് വേണ്ട ഇത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് ഉണ്ടായത്. തീർച്ചയായും തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കുറുവങ്ങാട്ടെ ഏറ്റവും വലിയ ഒരു അമ്പലം കൂടിയാണ്. ഒരുപാട് ആളുകൾ എത്തുന്ന. അതുകൊണ്ട് നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഇത്ര കണ്ട് ഈ ഒരു കെട്ടിടം തകർന്നിട്ടുണ്ടെങ്കിൽ എത്ര ഭീകരാന്തരീക്ഷം 2 ആനകൾ ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഈ ഒരു ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇവിടെ ഒരുപാട് ആളുകൾ ഇവിടെയൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ആ ഇരുന്ന ആളുകളാണ് ഇവിടെ നിന്നും ചിതറി ഓടിയത്. അത്തരത്തിൽ ചിതറി ഓടിയ സമയത്ത് പരിക്കു പറ്റിയ ആളുകളാണ് 3 പേർക്കാണ് ജീവൻ നഷ്ടമായിട്ടുള്ളത്. 7 പേർ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലുണ്ട്. ആദ്യം കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലേക്കായിരുന്നു എത്തിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് ഗുരുതരമായി പരിക്കേറ്റ, അതായത് വിദഗ്ധ ചികിത്സ ആവശ്യമുള്ള ആളുകളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. അവിടെ അടിയന്തര ചികിത്സ അവർക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. എത്തിച്ച ആളുകൾക്ക് കൊയിലാണ്ടിയിൽ പ്രാഥമിക ചികിത്സ നൽകിയതിന് ശേഷമാണ് ഇവരെ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഇനി അറിയേണ്ടത് എങ്ങനെയാണ് ഈ ആന ഇത്തരത്തിൽ പ്രകോപിത ആയത്, അല്ലെങ്കിൽ ഇത്തരം ഒരു സംഭവത്തിലേക്ക് എന്താണ് നയിച്ചത്, അത്തരം കാര്യങ്ങളാണ് ഇനി അറിയേണ്ടത്. SKN. ഓക്കെ, മിഥില ബാലൻ, വളരെ അർത്ഥവത്തായ ഒരു കമൻറ്റ് ഇപ്പോൾ യൂട്യൂബിൽ വന്നിട്ടുണ്ട്. കാട്ടിൽ വെച്ച് ആന മനുഷ്യനെ ആക്രമിച്ചാൽ മാത്രമേ പ്രശ്നമുള്ളൂ. അക്രമം അമ്പലത്തിലോ പള്ളിയിലോ വെച്ചാണെങ്കിൽ അത് ആഘോഷം, വിശ്വാസം, ആചാരം, അതതിൻ്റെ വഴിക്ക് പോകും. കോഴിക്കോട് കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ആന ഇടഞ്ഞതിൽ വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ റിപ്പോർട്ട് തേടി. ജില്ലാ കളക്ടറോടും ഉത്തരമേഖല CCFനോടുമാണ് അദ്ദേഹം റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. ചട്ടങ്ങൾ പാലിച്ചില്ലെങ്കിൽ കർശന നടപടിയെടുക്കുമെന്ന് മന്ത്രി 24നോട് പറഞ്ഞു. ഈ സംഭവം നടന്നപ്പോൾ അത് സംബന്ധിച്ച വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി ജില്ലാ കളക്ടറോടും, ജില്ലാ കളക്ടർ ഡിസ്ട്രിക്ട് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ കൂടിയാണ്, ഉത്തരമേഖല CCF സോഷ്യൽ ഫോറസ്ട്രിയോടും നിർദ്ദേശിച്ചിട്ടുണ്ട്. അവരുടെ റിപ്പോർട്ട് ലഭിച്ചാലുടൻ നാട്ടാന പരിപാലന ചട്ടങ്ങളുടെ ലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിച്ച് നിയമലംഘനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കർശനമായ നടപടികൾ സ്വീകരിക്കാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി ദീപക് ധർമ്മനം ടെലിഫോണിൽ ചേരുന്നു. ദീപക്, യഥാർത്ഥത്തിൽ വല്ലാത്ത ഒരു ദുരന്തമാണ് ഈ ക്ഷേത്രത്തിൽ ഉണ്ടായത്. 3 പേരുടെ മരണത്തിന് ഈ ക്ഷേത്രം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. 2 ആനകൾ തമ്മിൽ ഇടഞ്ഞാണ് പ്രശ്നമുണ്ടായത് എന്ന് പറയുന്നു. ആരുടെ ഭാഗത്ത് കുറ്റമായാലും 3 മനുഷ്യജീവനുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. പറയൂ ദീപക്, മന്ത്രി ഏത് രീതിയിലുള്ള ഒരു റിപ്പോർട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ? SKN അടിയന്തരമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ വേണ്ടിയാണ് വനം മന്ത്രി AK ശശീന്ദ്രൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 2 രീതിയിലുള്ള അന്വേഷണം.
ഒന്ന്, ജില്ലാ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്നുള്ള നിലയിൽ ജില്ലാ കലക്ടർ ഇതുമായി ബന്ധപ്പെട്ട അടിയന്തര റിപ്പോർട്ട് നൽകണം. ഇതുകൂടാതെ തന്നെ ഈ നാട്ടാന പരിപാലന നിയമം ഉൾപ്പെടെയുള്ള ഫോറസ്റ്റ് നിയമങ്ങളുണ്ട്, വനം വകുപ്പിന്റെ കീഴിൽ വരുന്ന വന്യജീവി സംരക്ഷണത്തിന്റെ കീഴിൽ വരുന്ന നിയമങ്ങൾ, ഈ നിയമങ്ങളുടെ ലംഘനം നടന്നിട്ടുണ്ടോ എന്നുള്ളതും മാത്രവുമല്ല ഏത് സാഹചര്യത്തിലാണ് ഈ ആന ഇടയുകയും തുടർന്ന് 3 പേരുടെ മരണവും ഇത്രയും അധികം പേർക്ക് പരിക്കുമുണ്ടാകുന്ന ഒരു സംഭവം ഉണ്ടായത് എന്നുള്ളതിൽ അടിയന്തരമായ അന്വേഷണം നടത്താൻ വേണ്ടി ഉത്തരമേഖല CCF സോഷ്യൽ ഫോറസ്റ്റിയോട് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം SKN, ഒന്ന്, ഈ വരവിന്റെ സമയത്ത് അവിടെ ഖജന പൊട്ടുകയാണ്. അത് ഖജന തുടർച്ചയായി പൊട്ടുന്ന സമയത്ത് അതിന്റെ അസ്വസ്ഥതയാണോ ഇത്തരത്തിലുള്ള ഒരു ദുരന്തത്തിനിടയാക്കിയത്, ആന ഇടയാൻ? കാരണം ഈ ആനകൾ രണ്ടും കൊമ്പ് കോർക്കുന്ന ദൃശ്യങ്ങൾ 24 ലഭിച്ചതാണ്. ആ ദൃശ്യങ്ങളിൽ വളരെ കൃത്യമാണ് ഇത് രണ്ടും കൂടി കൊമ്പ് കോർക്കുന്നു, ഇടയുന്നു, പിന്നീട് ആകെ ദുരന്തത്തിന്റെ മുഖമാണ് നമ്മൾ പിന്നീട് കണ്ടത്. അപ്പോൾ ഇതിന്റെ കൃത്യമായ കാരണം കണ്ടെത്തിയുള്ള ഒരു കർശന നടപടിക്ക് വേണ്ടിയാണ് വനമന്ത്രി AK ശശീന്ദ്രൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. SKN. ഓക്കെ, ദീപക് ധർമ്മടമാണ് നമുക്കൊപ്പം ചേർന്ന്. ഇപ്പോൾ ഏതാണ്ട് 29ഓളം ആളുകൾ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കോഴിക്കോട് മെഡിക്കൽ കോളേജ്, പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്നിവയിലായി 24 പേർ ഇപ്പോൾ ചികിത്സയിലുണ്ട്. നിസ്സാര പരിക്കുകളുമായി 5 പേർ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലും ചികിത്സയിലുണ്ട്. കെട്ടിടം തകർന്നു വീണെങ്കിലും ആർക്കും പരിക്ക് പറ്റിയിട്ടില്ല. തിക്കിലും തിരക്കിലും പെട്ടാണ് മരണമുണ്ടായത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും രാഹുൽ സുരേഷ് നമുക്കൊപ്പം ചേരുകയാണ്. രാഹുൽ, അവിടെ എത്ര പേരെയാണ് ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുന്നത്? അതിൽ കുറച്ച് ആൾക്കാരുടെ നില ഗുരുതരമാണ് എന്ന് ആദ്യ റിപ്പോർട്ട് വന്നിരുന്നു. ഇപ്പോൾ എന്താണ് അവസ്ഥ? SK, നമ്മളിപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിക്ക് മുമ്പിലാണുള്ളത്. കോഴിക്കോട് ആകെ 24 പേരെയാണ് പരിക്കേറ്റ് എത്തിച്ചിട്ടുള്ളത്. അതിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും സ്വകാര്യ ആശുപത്രികളിലുമായി 24 പേർ ചികിത്സയിൽ കഴിയുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ഇവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യാനുള്ളത്. അതിലെടുത്തു പറയേണ്ട കാര്യം, നിലവിൽ പരിക്കേറ്റ് ചികിത്സയിലുള്ള ആരുടെ നില അതീവ ഗുരുതരമല്ല എന്നതാണ്. അതുമാത്രമല്ല 5 പേർ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലും നിസ്സാര പരിക്കുകളോടെ കഴിയുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏറെയും ഈ പരിക്കേറ്റതിൽ ഏറെയും സ്ത്രീകൾക്കും അതോടൊപ്പം തന്നെ പ്രായമായ സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ പരിക്കേറ്റിട്ടുള്ളത്. 3 പേരുടെ മരണമാണ് ഈ ഘട്ടത്തിൽ സ്ഥിരീകരിച്ചിട്ടുള്ളത്. കുറുവങ്ങാട് വട്ടാങ്കണ്ടി ലീല 68 വയസ്സ്, താഴത്തേടത്ത് അമ്മുക്കുട്ടി അമ്മ 78 വയസ്സ്, വടക്കയിൽ രാജൻ 68 വയസ്സ് തുടങ്ങി 3 പേരുടെ മരണമാണ് ഈ ഘട്ടത്തിൽ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇവരുടെ 3 പേരുടെയും മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നാളെയായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ നടക്കാൻ പോകുന്നത്. നാളെ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. എന്താണെങ്കിലും ആശ്വാസകരമായി ഉള്ള കാര്യം, ഈ പരിക്കേറ്റ 29 പേരുടെയും നില അതീവ ഗുരുതരമല്ല, നിസാര പരിക്കുകളാണ് ഉള്ളത് എന്നതാണ്. അല്പസമയം മുമ്പ് കാണത്തിൽ ജമീല MLA ഇവിടെ ഈ പരിക്കേറ്റ ആളുകളെ സന്ദർശിക്കുകയും അതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്തിരുന്നു. അവർ പറഞ്ഞ അനുസരിച്ച് ഈ അമ്പലത്തിന് സമീപമുള്ള കെട്ടിടം തകർന്നു വീണ ആർക്കും പരിക്കേൽക്കുകയോ മരിക്കുകയോ ചെയ്തിട്ടില്ല. മറിച്ച് ഈ ആന ഇടഞ്ഞപ്പോൾ അതിൽ പേടിച്ചുകൊണ്ട് ആളുകൾ ഓടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതാണ്ട് അരമണിക്കൂറിലധികം ഈ ആന ഒരു പരിഭ്രാന്തി സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ പേടിച്ചോടുമ്പോഴാണ് കൂടുതൽ ആളുകൾക്കും പരിക്കേൽക്കുകയും ഈ 3 പേർ മരിക്കുകയും ചെയ്തതെന്നാണ് അല്പം മുമ്പ് കാണത്തിൽ ജമീല നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്നതിലാണ്. അതിലിപ്പോൾ ഇതിനോടകം തന്നെ വനമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. അതുമാത്രമല്ല കോഴിക്കോട് ADMന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ജനപ്രതിനിധികൾ, ആ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ജനപ്രതിനിധികളും അതോടൊപ്പം തന്നെ പരിക്കേറ്റ ആളുകളുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരം അനുസരിച്ച് ഈ ക്ഷേത്രത്തിലേക്ക് 2 ഇടങ്ങളിൽ നിന്നും എഴുന്നള്ളത്ത് വരുന്നു. അതിന് മുന്നോടിയായി ഖദന പൊട്ടിക്കുകയാണ്. ഏറെ സമയം ഈ ഖദന പൊട്ടിക്കുന്നത് നീണ്ടു നിന്നു. ആദ്യഘട്ടത്തിൽ തന്നെ ജനങ്ങളും പരിഭ്രാന്തരായിരുന്നു. ജനങ്ങളുടെ മേലേക്ക് മുകളിൽ നിന്നും ഓട് ഉൾപ്പെടെ ഇളകി വീഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ സ്ഥലപരിമിതി ഉള്ളതിനാൽ കൂടുതൽ ഇടങ്ങളിലേക്ക് മാറാൻ സാധിച്ചില്ല. അതിനിടയിലാണ് 2 ആനകൾ ഇടയുന്ന സാഹചര്യം ഉണ്ടായത്. ആദ്യം 2 ആനകളുടെ പേര് വിവരങ്ങൾ കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ധനഞ്ജയൻ എന്നും ഗോകുൽ എന്നും പേരുള്ള 2 ആനകളാണ് ഇടഞ്ഞിട്ടുള്ളത്. അതിൽ ബാലുശ്ശേരി ധനഞ്ജയൻ, ഗുരുവായൂർ ദേവസ്വത്തിന് കീഴിലുള്ള ഗോകുൽ 2 ആനകളാണ് ഇടഞ്ഞിട്ടുള്ളത്. ആദ്യം ധനഞ്ജയൻ എന്ന ആന ഗോകുൽ എന്ന ആനയെ കുത്തുകയായിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്. അതിനുശേഷമാണ് ക്ഷേത്ര പരിസരത്ത് നിന്നും പുറത്തേക്ക് ഈ ആനകൾ ഇടഞ്ഞ് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോഴാണ് ഈ 29ഓളം ആളുകൾക്ക് പരിക്കേൽക്കുകയും 3 പേർ മരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കും എത്തിയിട്ടുള്ളത്. എന്താണെങ്കിലും പരിക്കേറ്റവരുടെ നില അതീവ ഗുരുതരമല്ല. ഇനി എന്താണ് അപകടത്തിന് കാരണമായത് എന്നതിലാണ് അന്വേഷണം നിലവിൽ പുരോഗമിക്കുന്നത്. മണക്കുളങ്ങര ക്ഷേത്രത്തിൽ 2 ആനകൾ ഇടഞ്ഞാണ് 3 പേർക്ക് മരണം സംഭവിച്ചത്. ഈ ക്ഷേത്രത്തിൽ നിന്ന് മിഥില ബാലൻ വീണ്ടും നമുക്കൊപ്പം ചേരുകയാണ്. മിഥില, യഥാർത്ഥത്തിൽ ജനങ്ങൾ കൂടി നിൽക്കുന്ന സമയത്താണ് ഈ ആന ഇടഞ്ഞത് എന്ന് മനസ്സിലാക്കുന്നു. ഗുരുവായൂരിൽ നിന്നുള്ള 2 ആനകളാണ് ഇടഞ്ഞിട്ടുള്ളതും. കൂടുതൽ വിവരങ്ങൾ നമുക്ക് എന്താണ് ഈ ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്നത്?
SKN ഇപ്പോൾ സ്ഥലം കൗൺസിലർ എനിക്കൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഇവിടെ സംഭവിച്ചത്? എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്? സാധാരണ ഈ ക്ഷേത്രം എന്ന് പറയുന്ന ഈ ഏരിയയിൽ ഫേമസ് ക്ഷേത്രമാണ് മണക്കുളങ്ങര. ഇവിടെ ഉത്സവത്തിന് നല്ല ജനം തടിച്ചു കൂടാറുണ്ട്. ആ ഈ സമയത്ത് സന്ധ്യാസമയത്ത് ക്ഷേത്രത്തിലെ താലൂപ്പിൽ എഴുന്നേൽപ്പുമായി ബന്ധപ്പെട്ട് ആനയെ തടമ്പ് ആനപ്പുറത്ത് കയറ്റുകയും ആന പെട്ടെന്ന് മൂവ് ചെയ്യാൻ സമയത്താണ് പിന്നിൽ നിന്നുള്ള ആന മുന്നിലുള്ള ആനയെ കുത്തുകയും ആന ചിതറി ഓടുകയും ചെയ്തു. തൊട്ടടുത്തുള്ള ബിൽഡിങ്ങിൽ ചുമര് പൊട്ടിയിട്ടാണ് ആൾക്കാരുടെ ദാരുണമായ മരണം സംഭവിക്കുന്നത്. ആന രണ്ട് ഭാഗത്തേക്ക് ഓടുകയാണ്. ഈ സമയത്ത് ഇവിടെ നല്ലൊരു ജനം, കാരണം ഈ ക്ഷേത്രവുമായി വരുന്ന ആഘോഷവരവ് കാണാനും ക്ഷേത്ര ചടങ്ങുകൾ കാണാനും വർഷം തോറും നല്ലൊരു ജനം ഇവിടെ തടിച്ചുകൂടാറുണ്ട്. ആ നിലയിലാണ് ഈ ക്ഷേത്ര സമുച്ചയം ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു ദാരുണമായ സംഭവം നടക്കാൻ സാധിച്ചത്. എന്താണ് ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നോ നിങ്ങൾ? ഉണ്ടായിരുന്നു. ആ സമയത്ത് ഈ ക്ഷേത്രത്തിൽ നിന്ന് ഈ കുറുവങ്ങാടിൻ്റെ ഒരു ദേശീയ ഉത്സവമാണ് ഇവിടെ നടക്കുന്നത്. ഒരു 10,000-കണക്കിന് ആളുകൾ ഭക്തങ്ങൾ ഇവിടെ എത്തുന്ന സമയത്ത് ഇത് വൈകുന്നേരം വരവ് വരുന്നതിന് മുന്നോടി വരവ് വരുന്നതിന് മുന്നോടിയാണ്. വരവ് ഇവിടെ എത്തിയിട്ടില്ല. ആനലക്കട് ഭാഗത്ത് നിന്ന് വരുന്ന ഒരു ദേശീയ വരവുണ്ട്, കാട്ടുപേർ ഭാഗത്ത് വരുന്ന ദേശീയ വരവും രണ്ട് പ്രദേശത്ത് എത്തിയിട്ടുള്ളൂ. പക്ഷേ ക്ഷേത്ര മൈതാനിലേക്ക് കടന്നിട്ടില്ല. ആ സമയത്ത് നമുക്ക് ഇവിടുന്ന് ഈ താലപ്പൊലി മഹോത്സവം ആയതുകൊണ്ട് ഇവിടുന്ന് വൃദ്ധമെടുത്ത ആളുകൾ താലപ്പൊലിക്ക് വേണ്ടി തൊട്ടടുത്ത മഹാക്ഷേത്രമായ കുറുവങ്ങാട് ശിവക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. അവിടെ നിന്നാണ് തിരികത്തിച്ച് വരേണ്ടത്. അവർ തിടമ്പേറ്റുന്ന ഒരു സമയത്ത് ആയതുകൊണ്ട് തന്നെ ഇവിടെ വൻ ജനാവലി ഉണ്ടായിരുന്നു. ആ സമയത്ത് അതുവരെ വളരെ ശാന്തമായി നിന്ന ആനയായിരുന്നു. പിന്നെ ഇത് തിടമ്പേറ്റിയതിന് ശേഷം ഇത് ക്ഷേത്രത്തിലേക്കുള്ള ഒരു പോകുന്ന സമയത്ത് പെട്ടെന്ന് പുറകിൽ ആന മുമ്പിൽ ആനയെ പിന്നിൽ നിന്ന് കുത്തുകയായിരുന്നു. അപ്പോൾ കുത്തുന്ന സമയത്ത് ആന കുറച്ച് നേരം അവർ കുത്തുന്ന സമയത്ത് ആന പുറകോട്ട് നിൽക്കുകയും ആ ആനയുടെ ആ പുറകോട്ടുള്ള തടലിലാണ് ഈ ബിൽഡിങ്ങിന് കേടുപാട് പറ്റുന്നത്. ഇവിടെ ബിൽഡിംഗ് അപ്പോൾ തന്നെ മറിഞ്ഞ് വീഴാനുണ്ടായിരുന്നത്. അതിൻ്റെ ബീം വീണിട്ടാണ് അവിടെ ഇരുന്ന ആളുകൾക്ക് പെട്ടെന്ന് പരിക്ക് പറ്റുന്നത്. നല്ല പരിക്കായിരുന്നു പറ്റിയത്. പിന്നെ ആനയുടെ തമ്മാമിലുള്ള ഈ കുത്ത് കാരണം അതിലൊരാളുടെ ആന ചവിട്ടിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. കാലാണ് ചവിട്ടിപ്പോയത്. ആ സമയത്ത് തന്നെ പിന്നെ ആന ചിതറി ഓടി ആന ഈ അമ്പലത്തിൻ്റെ തെക്ക് ഭാഗത്തേക്ക് ഓടുകയാണ് ഉണ്ടായിരുന്നത്. ഒരുപാട് സമയം എടുത്തോ അതിനെ തിളയ്ക്കാൻ? ഇല്ല, പെട്ടെന്ന് തിളയ്ക്കാൻ കഴിഞ്ഞു. കാരണം ഒരു ആന അങ്ങോട്ട് കിഴക്ക് ഭാഗത്തേക്ക് ഈ തെക്ക് ഭാഗത്തേക്കും ഒരാന വടക്ക് ഭാഗത്തേക്കാണ് വരുന്നത്. പക്ഷേ പാപ്പാന്മാർക്ക് പെട്ടെന്ന് തന്നെ രണ്ടാനയും തിളയ്ക്കാൻ കഴിഞ്ഞു. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഇതിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആംബുലൻസ് 10-16 ആംബുലൻസ് എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇവിടെ സംഭവിച്ചത്. ഇനി ഇതിൽ എന്താണ്? ഈ ആന ഇടഞ്ഞപ്പോൾ 3 പേര് മരിച്ചു, 29 പേർക്ക് പരിക്കേറ്റു. ഈ സംഭവത്തിൽ 2 പേര് ഭയചകിതരായ 2 പേർ കൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ 31 പേർ. പക്ഷേ 29 ആളുകൾക്ക് മാത്രമേ പരിക്ക് പറ്റിയിട്ടുള്ളൂ എന്ന് MLA തന്നെ സ്ഥിരീകരിക്കുകയുണ്ടായി. ഇനി മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി. പുതിയ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ BJP-യിൽ സമവായം ആകാത്തതിനെ തുടർന്നാണ് ഈ നടപടി. രാഷ്ട്രപതി ഭവൻ വിജ്ഞാപനം പുറത്തിറക്കിയെന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ഡൽഹിയിൽ നിന്ന് വിനീത വിജയ് വിവരങ്ങളുമായി ചേരുന്നു. വിനീത, മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല, പക്ഷേ തീരുമാനമാകാത്തതുകൊണ്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി കഴിഞ്ഞു. എന്താണ് കൂടുതൽ അപ്ഡേറ്റ്സ്? തീർച്ചയായും SKN, മണിപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 1.5 വർഷക്കാലമായി അവിടെ ഈ സംഘർഷങ്ങൾ കയവില്ലാത്തൊരു പശ്ചാത്തലം തന്നെയായിരുന്നു മണിപ്പൂരിൽ ഉണ്ടായിരുന്നത്. തുടർന്ന് മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ് രാജിവെക്കണമെന്നൊരു ആവശ്യം സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും ഉയർന്നിട്ടുണ്ടായിരുന്നു. ഇതിനിടയിലാണ് പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം കൊണ്ടുപോയി അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയത്. പക്ഷേ ആ അവിശ്വാസ പ്രമേയത്തിന് പോലും കാത്തു നിൽക്കാതെ എൻ ബിരേൻ സിംഗ് രാജിവെച്ച് ഒഴിയുകയായിരുന്നു. പിന്നാലെ തന്നെ തിരക്കിട്ട ചർച്ചകളൊക്കെ തന്നെ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. MP സംബിത് പാത്രെ അടക്കം കേന്ദ്രം മണിപ്പൂരിലേക്ക് അയച്ചുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കുന്നതിനും പുതിയൊരു മുഖ്യമന്ത്രിയെ എൻ ബിരേൻ സിംഗിന്റെ പകരക്കാരൻ ആര് എന്ന് അദ്ദേഹത്തെ കണ്ടെത്തുന്നതിനൊക്കെ വേണ്ടിയുള്ള ചർച്ചകളൊക്കെ തന്നെ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിലേക്കടക്കം മാരത്തോൺ ചർച്ചകളാണ് ഇംഫാലിലെ ഹോട്ടലിലടക്കം MP സംബിത് പാത്രയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ടായിരുന്നത്. അതിൽ കുക്കി മെയ്തൈ MLA മാരെയൊക്കെ വിളിച്ച് അദ്ദേഹം പ്രത്യേകമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ കൂടിക്കാഴ്ചയിൽ ഒന്നും തന്നെ സമവായമായിട്ടുണ്ടായിരുന്നില്ല. തുടർന്നാണ് ഇന്നലെയും MP സംബിത് പാത്ര ഗവർണർ അജയ് കുമാർ ഭല്ലയെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ ബോധിപ്പിച്ചത്. ഒപ്പം തന്നെ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ട് ഗവർണർ കേന്ദ്രത്തിന് കൈമാറിയിട്ടുണ്ടായിരുന്നു. അല്പസമയം മുൻപാണ് ഈ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള വിജ്ഞാപനം പുറത്തിറങ്ങിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ന് ഈ നിയമസഭാ സമ്മേളനം ചേരുന്നതിനുള്ള കാലയളവ് ഇന്ന് അവസാനിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ മറ്റ് മാർഗങ്ങൾ ഉണ്ടായിരുന്നില്ല. ഒപ്പം തന്നെ ഈ രാഷ്ട്രപതി ഭരണത്തിലേക്ക് മണിപ്പൂർ നീങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ. എന്തായാലും നാളെ നമ്മളെയൊക്കെ ചികിത്സിക്കാൻ വരേണ്ട ആളുകളാണ് ഈ നഴ്സിംഗ് കോളേജിൽ പഠിക്കുന്നത്.
ഇവരൊക്കെ മനുഷ്യരെ കൊന്നൊടുക്കില്ലെന്ന് പോലും നമ്മൾ സംശയിച്ചു പോകും. എന്തായാലും ഇവർക്ക് വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഒരു പരിഗണനയും ഇവർക്ക് കൊടുക്കേണ്ട കാര്യമില്ല. പ്രായം കുറവാണ് എന്നൊക്കെ ഒരുപക്ഷെ ഇവരുടെ ആളുകളൊക്കെ പറഞ്ഞെന്ന് വരും. അതിലങ്ങ് ഒരു കാര്യമില്ല. കാരണം ഒരു കുട്ടിയുടെ ജീവനിട്ട് പന്ത് കളിക്കുകയായിരുന്നു ഇവർ. ഇത്രയും ക്രൂരന്മാരായ കുട്ടികൾ നഴ്സന്മാരായി മാറാതിരിക്കുന്നതാണ് ഈ സമൂഹത്തിന് നല്ലത്. ഇവരെയൊക്കെ TC കൊടുത്ത് അപ്പോഴേ പിരിച്ചുവിടേണ്ട സമയം കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ മറ്റൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരം പാറശാല CSI ലോ കോളേജിലെ വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനമേറ്റു. 1-ാം വർഷ വിദ്യാർത്ഥിയും നെടുമങ്ങാട് പഴകുറ്റി സ്വദേശിയുമായ അഭിറാമിനാണ് മർദ്ദനമേറ്റത്. 4-അംഗ സംഘമാണ് താമസിക്കുന്ന സ്ഥലത്ത് കടന്നു കയറി ആക്രമിച്ചത്. സീനിയർ വിദ്യാർത്ഥികളായ ബിനു, ബിജിൽ, ശ്രീജിത്ത്, അഖിൽ എന്നിവർക്കെതിരെ പാറശാല പോലീസ് കേസെടുത്തുവെന്ന ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. സലീം മാലിക് ചേരുന്നു തിരുവനന്തപുരത്ത്. സലീം, അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ. ഇന്ന് ഈ പ്രൈം ടൈം വിത്ത് SK എന്ന പരിപാടി നിറച്ച് അക്രമങ്ങളും മരണവും പരിക്കേറ്റതും റാഗിങ്ങും ഇങ്ങനെയുള്ള വാർത്തകൾ മാത്രമാണ്. അടുത്ത ഊഴം സലീം മാലിക്കിന്. ഉമേഷ്, അതിക്രൂരമായ മർദ്ദനമാണ് 1-ാം വർഷ വിദ്യാർത്ഥിയായ അഭിറാമിന് നേരെ ഉണ്ടായത് എന്നുള്ളതാണ്. അത് ഇന്നലെയായിരുന്നു ഈ മർദ്ദനം ഉണ്ടാകുന്നത്. ഇന്നലെ രാത്രി ഈ അഭിറാം താമസിക്കുന്ന സ്ഥലത്ത് കടന്നു കയറിയായിരുന്നു കോളേജിലെ തന്നെ സീനിയർ വിദ്യാർത്ഥികൾ ഈ നിലയിൽ മർദ്ദിച്ചത്. ഇവർ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്നും അഭിറാം പറയുന്നു. നമുക്ക് അഭിറാമിൻ്റെ മർദ്ദനമേറ്റതിന് ശേഷമുള്ള ചില ദൃശ്യങ്ങൾ, ചില ചിത്രങ്ങൾ നമുക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. തല അടിച്ച് തകർത്തിട്ടുണ്ട്. തലയുടെ വിവിധ സ്ഥലങ്ങളിൽ വലിയ നിലയിലുള്ള പാടുകളുണ്ട്. അതായത് അതിക്രൂരമായ മർദ്ദനത്തിനാണ് അഭിറാം ഇരയായത് എന്നുള്ളതാണ്. അഭിറാം പറയുന്നത് പ്രകാരം കോളേജിലുണ്ടായ ചെറിയ പ്രശ്നത്തിൻ്റെ വൈരാഗ്യത്തെ തുടർന്നാണ് താൻ താമസിക്കുന്ന മുറിയിലേക്ക് എത്തുകയും ഇവർ ഈ നിലയിൽ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തത് എന്നാണ് പറയുന്നത്. പാറശാല പോലീസിൽ പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ 4 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ബിനു, വിജിൻ, ശ്രീജിത്ത്, അഖിൽ എന്നിവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഈ 4 പേരും ഈ കോളേജിലെ തന്നെ സീനിയർ വിദ്യാർത്ഥികളാണ്. അങ്ങനെ ഒരു വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കോളേജിലുണ്ടായിരുന്ന ചെറിയ തർക്കങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതും 1-ാം വർഷവും മറ്റു വർഷങ്ങളും തമ്മിലുള്ള വിദ്യാർത്ഥികൾ തമ്മിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ ഭാഗമായാണ് മദ്യപിച്ചെത്തിയ ഈ സംഘം ഈ അഭിറാമിനെ ക്രൂരമായി മർദ്ദിച്ചത് എന്നുള്ളതാണ് അഭിറാം നൽകിയിരിക്കുന്ന മൊഴി. എന്തായാലും ക്രൂരമായ മർദ്ദനമാണ് എന്ന് ആശുപത്രി രേഖകളിൽ നിന്നും ഒപ്പം തന്നെ ആ ചിത്രങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. പ്രതികളെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം. SK. ഓക്കെ, റെജിനെ ചോദിക്കുന്നു, ഈ റാഗിങ് എന്ന് പറയുന്ന ഈ പരിപാടി നല്ല കടുത്ത ശിക്ഷ കൊടുക്കണം, നിയമം ഉണ്ടാക്കണം. നിയമങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. റാഗിങ് യഥാർത്ഥത്തിൽ പൂർണ്ണമായും നമ്മുടെ നാട്ടിൽ അവസാനിച്ചു എന്നാണ് നമ്മൾ വിശ്വസിച്ചിരുന്നത്. മാത്രമല്ല വിദ്യാർത്ഥി സംഘടനകൾ തന്നെയാണ് ഇത് കോളേജിൽ നിന്നും സ്കൂളുകളിലും ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത്. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഒരു സംഘടനയുടെ തലപ്പത്തുള്ള ഒരാൾ വരെ SFIയിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരുവൻ ഇതിൻ്റെ ഈ അക്രമി സംഘത്തിൽ ഉണ്ടായിരുന്നു എന്നുകൂടി വാർത്ത വരുമ്പോൾ നമ്മൾ നാണിച്ച് മുഖം മുത്തുകയല്ലാതെ മറ്റു മാർഗമില്ല. കാരണം അതേസമയം SFI എന്ന സംഘടന എന്നും റാഗിങ്ങിന് എതിർപ്പ് കാണിക്കുകയും റാഗിങ് ഇല്ലാതാക്കാൻ പരിശ്രമിക്കുകയും ചെയ്ത ഒരു സംഘടനയാണ്. ആ സംഘടനയിലാണ് അതിൻ്റെ തലപ്പത്ത് സംസ്ഥാന തലത്തിലുള്ള ഒരു നേതാവ് തന്നെ കോട്ടയം റാഗിങ്ങിൽ പെട്ടിരിക്കുന്നത്. സീന മുഹമ്മദ് പറയുന്നു, ഈ ആൺ സുഹൃത്ത് എന്ന വാക്ക് മാറ്റി സുഹൃത്തെന്ന് മാത്രം പ്രയോഗിക്കാമോ എന്ന് ചോദിക്കുന്നു. 6 വയസ്സുള്ള എൻ്റെ മോൻ ചോദിക്കുന്നു, നിതീഷ് അങ്കിളും അനൂപ് അങ്കിളും എല്ലാം ഉമ്മച്ചിയുടെ ആൺ സുഹൃത്ത് തന്നെയല്ലേ എന്ന് ചോദിക്കുന്നു. സീന മുഹമ്മദ് വളരെ ഗൗരവമായ ഒരു കാര്യമാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ആൺ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആ വാക്കിൽ ചെറിയ 1-2 സാധനങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന് അറിയാമല്ലോ. അതെങ്ങനെ പറയാൻ പറ്റും എന്നുള്ളത് നമുക്ക് ആലോചിക്കാം. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഒരുപക്ഷെ വളരെ ഗൗരവത്തോടെ നമ്മൾ കാണേണ്ട വാർത്ത. വിദേശത്ത് നിന്ന് കേരളത്തിലേക്ക് ഫ്ലാസ്ക് വഴിയും ലഹരി എത്തുന്നതായി റിപ്പോർട്ട് വന്നിരിക്കുന്നു. MDMA പോലുള്ള ലഹരി വസ്തുക്കൾ കൂടുതലായി എത്തിക്കുന്നത് പാകിസ്ഥാനിൽ നിന്നാണ് എന്ന് ഞങ്ങൾക്ക് വിശ്വാസയോഗ്യമായ കേന്ദ്രത്തിൽ നിന്ന് വിവരം ലഭിച്ചു. ലഹരിക്കടത്തിന് കൂടുതലായും ഉപയോഗിക്കുന്നത് സ്ത്രീകളെയാണ്. 24 പ്രൈം ടൈം ബ്രേക്കിങ്ങുമായി കൊല്ലത്ത് നിന്ന് അരുൺരാജ് തത്സമയം പ്രൈം ടൈമിൽ ചേരുന്നു. അരുൺരാജ്, ശരിക്കും ഈ കുറേ കാലമായി ഈ ഫ്ലാസ്ക് വഴി ഇങ്ങനെയുള്ള MDMA പോലുള്ള മാരകമായ ലഹരി വസ്തുക്കൾ കടത്തുന്നുണ്ട്. എങ്ങനെയാണ് അവരുടെ ഓപ്പറേഷൻ? SKN രാജ്യത്ത് കഴിഞ്ഞ കുറച്ച് അധികം നാളുകളായി പിടിക്കപ്പെടുന്ന കേസുകളുടെ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര സംസ്ഥാന ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് കടന്നത്. ഇതിലാണ് സംസ്ഥാനത്തേക്കും രാജ്യത്തേക്ക് വിവിധ ഇടങ്ങളിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെടുന്ന ഈ ലഹരി വസ്തുക്കൾ ഫ്ലാസ്ക് വഴിയാണ് കൂടുതലായും ഇറക്കുമതി ചെയ്യുന്നത് എന്ന് കണ്ടെത്തിയത്. അതൊരു ലഹരി ശൃംഖലയിൽ നിന്ന് കേന്ദ്രീകരിച്ചു തുടങ്ങിയ അന്വേഷണത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട നിർണായക വിവരം കേന്ദ്ര ഏജൻസികൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ ഫ്ലാസ്കിൽ അത് വിദേശത്ത് വെച്ച് ഒമാനിൽ വെച്ചാണ് ഇതിന്റെ മുഴുവൻ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ പിടിക്കപ്പെട്ട കണ്ണി ഇപ്പോൾ കേന്ദ്ര
ഏജൻസികളോട് സമ്മതിച്ചിരിക്കുന്നത്. ഒമാനിൽ വെച്ച് ഇത് ലഹരി പദാർത്ഥങ്ങൾ ഫ്ലാസ്കിനുള്ളിലാക്കുന്നു. അത് ഈ ഒരു ഫ്ലാസ്കിൽ ഇതിന്റെ കൂടെ വിവിധ തരത്തിലുള്ള ഫ്ലാസ്കുകൾ കൂടി ഉൾപ്പെടുത്തി ഒരു ബാഗേജ് ആക്കിയാണ് ഇതിൽ കടത്തുന്നത്. അത് വിവിധ രാജ്യങ്ങളിലേക്ക് കടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഈ ലഹരിക്കടത്തിലെ പ്രധാനപ്പെട്ട ഒരു ആസൂത്രകൻ തന്നെ ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾക്ക് മുമ്പായി നൽകിയിരിക്കുന്ന മൊഴിയിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സംസ്ഥാനത്തേക്ക് എത്തുന്ന ലഹരി പദാർത്ഥങ്ങൾ ഇത്തരം സ്കാനിംഗ് സെന്റർ വഴി പരിശോധിക്കുമ്പോൾ എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്ന ചോദ്യം ഈ കസ്റ്റംസിനെയും അതുപോലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഈ സ്കാനിങ്ങിലൂടെ ഈ ഫ്ലാസ്കിനുള്ളിലെ പദാർത്ഥങ്ങൾ കണ്ടുപിടിക്കുക അപ്രായോഗികമാണ്. അതുകൊണ്ടാണ് ഇത്തരം മാർഗങ്ങൾ തങ്ങൾ ആവിഷ്കരിക്കുന്നത് എന്നുള്ളതാണ്. മറ്റൊന്ന്, സ്ത്രീകളെ സംസ്ഥാനത്തും അതുപോലെ തന്നെ രാജ്യത്തും വിവിധയിടങ്ങളിലായി ഇപ്പോൾ സ്ത്രീകളെ കൂടുതലായി പിടിക്കുന്നു. ക്യാരിയറുമായി തങ്ങൾ എടുക്കുന്നത് സ്ത്രീകളെയാണ് സമീപകാലത്തായി കൂടുതൽ എന്നുള്ളതാണ് ഈ ശൃംഖലയിലെ ഒരു കണ്ണി തന്നെ ഇപ്പോൾ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മൊഴി. അങ്ങനെ സംസ്ഥാനത്തെയും രാജ്യത്തെയും വിവിധ ഘടകങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഫ്ലാസ്ക് വഴിയുള്ള ഈ ലഹരിക്കടത്തിന്റെ പുതിയ ഒരു പരീക്ഷണം അത് ലഹരി സംഘങ്ങൾ നടത്തുന്ന വിവരം അന്വേഷണ സംഘങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പരിശോധന കൂടി ആരംഭിച്ചിട്ടുണ്ട്. MDMA അടക്കമുള്ള ലഹരി വസ്തുക്കൾ കൂടുതലായി കയറ്റുമതി ചെയ്യുന്നത് പാകിസ്ഥാനിൽ നിന്നാണ് എന്നുകൂടി വിവരം ഇപ്പോൾ കസ്റ്റംസിനടക്കം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണവും ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ ആരംഭിച്ചു. നിലവിൽ ഈ വിമാനത്താവളങ്ങളിൽ ലഹരി പദാർത്ഥങ്ങൾ എത്തിയാൽ അത് വിമാനത്താവളത്തിന് പുറത്തെത്തിച്ച് അത് ലൊക്കേഷൻ അടക്കം സെൻഡ് ചെയ്ത് കൊടുക്കും. അവിടെ നിന്ന് യഥാർത്ഥ ഉടമ വന്ന് ഇത് കളക്ട് ചെയ്യുകയാണ് പതിവ്. ആ യഥാർത്ഥ ഉടമയാണോ എന്ന് പരിശോധിക്കാൻ പോലും ഇവരുടെ പക്കൽ വിവിധങ്ങളായ മാർഗങ്ങളുണ്ട് എന്നുള്ളതാണ് അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കുന്നത്. അങ്ങനെ വലിയ ശൃംഖല തന്നെ രാജ്യത്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നിലവിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നൽകിയിരിക്കുന്ന രഹസ്യ റിപ്പോർട്ട്. ഓക്കെ, താങ്ക് യു. അരുൺ രാജാണ് വിവരങ്ങൾ നൽകിയത്. റാഗിങ്ങിനെ കുറിച്ചൊക്കെ ഒരുപാട് നമ്മുടെ പ്രേക്ഷകർ പ്രതികരിക്കുന്നുണ്ട്. ചില ആളുകൾ ചോദിക്കുന്നു, വളരെ അനുതാപത്തോടും സഹതാപത്തോടും ആളുകളെ ഡീൽ ചെയ്യേണ്ട നഴ്സിംഗ് സ്റ്റുഡൻസ് നാളെ ഭാവിയിൽ നഴ്സസായി മാറുമ്പോൾ അവരിങ്ങനെയൊക്കെ പെരുമാറേണ്ടവരാണ്, ഇവർ തന്നെ ക്രിമിനൽ സംഘങ്ങളായി മാറുന്നു. ചില ആൾക്കാർ വരുന്ന ക്യാമ്പസിൽ രാഷ്ട്രീയം നിരോധിക്കണം, അതുകൊണ്ട് മാത്രം ഒരു പ്രയോജനവുമില്ല. സിദ്ധാർത്ഥൻ്റെ അച്ഛൻ എൻകൗണ്ടർ പ്രൈമിൽ പറയുന്നത് കേട്ടില്ലേ? കാരണം ഇത്തരം ആളുകൾ കോടതിയിലേക്ക് ഹാജരാക്കാൻ കൊണ്ടുവരുന്നൊക്കെ വലിയ സംഘടനാ നേതാക്കന്മാരും അങ്ങനെയുള്ള ആളുകളുമാണ്. അങ്ങനെ ഒരിക്കലും ഇത്തരം കാപാലികരായ സംഘങ്ങളെ, ഇത്തരം അക്രമം നടത്തുന്ന അധമ വർഗങ്ങളെ ഒരു കാരണവശാലും നേതൃത്വം സംരക്ഷിക്കരുത്. കാര്യം അത് സംരക്ഷിക്കുന്നതൊക്കെ വളരെ തെറ്റായ ഒരു സന്ദേശം ഈ സമൂഹത്തിന് നൽകും. അതുകൊണ്ട് നേതൃത്വ നിരയിലുള്ള ആളുകൾ ഒളിഞ്ഞും തെളിഞ്ഞും പരോക്ഷമായോ പ്രത്യക്ഷമായോ ഈ റാഗിങ് ചെയ്ത കുറ്റവാളികളെ ശിക്ഷിക്കാനുള്ള നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകുമ്പോൾ അതിലൊരു കാരണവശാലും ഇടപെടാൻ പാടില്ല. അത് KSU ആയാലും SFI ആയാലും ഇടപെടാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. ഇന്ന് അത്ര നല്ല ദിവസമായിട്ട് തോന്നുന്നില്ല. കാര്യം മൊത്തം അക്രമത്തിൻ്റെയൊക്കെ വാർത്തകളാണ്. വത്സലകുമാരി പറയുന്നു കോട്ടയത്തെ റാഗിങ് ശരിക്കും കൊലയാളികളാണ്, അവർ വിദ്യാർത്ഥികളല്ല എന്ന് പറയുന്നു. അതുപോലെ ഒരു ജിനേഷ് കറിയാച്ചൻ പറയുന്നു, SK എൻ്റെ കമൻറ്റ് വായിക്കണം, ഞാനൊരു നഴ്സാണ്, ഒരുപാട് അനുതാപമൊക്കെ വേണ്ട ജോലിയാണ് നഴ്സിങ്ങിൻ്റേത്. നമ്മൾ ശരിക്കും ആളുകളെ സംരക്ഷിക്കുകയാണ് വേണ്ടതല്ല, നശിപ്പിക്കുകയല്ല. അവർ നഴ്സിങ്ങിന് പറ്റിയ ആളുകളെയല്ല, അവർ നഴ്സിംഗ് പഠിപ്പിക്കേണ്ട കാര്യമില്ല, നഴ്സേഴ്സ് ആവാൻ പറ്റിയ ആളുകളെയല്ല എന്നാണ് പറയുന്നത്. പല ആളുകൾക്കും പല അഭിപ്രായമുണ്ട്. പക്ഷേ നഴ്സിങ്ങിനൊക്കെ പഠിക്കുന്ന അനുതാപം വേണ്ട, പ്രത്യേകിച്ച് ഭാവിയിൽ ചെയ്യാൻ പോകുന്ന ജോലിക്ക് ഒരുപാട് സഹതാപവും അനുതാപവും കാരുണ്യവും ഒക്കെ വേണ്ട. ജോലി ചെയ്യുന്ന ആളുകൾ എങ്ങനെയാണ് ഒരു സഹപാഠി കൂടെ പഠിക്കുന്ന ഒരാളിനോട് ഇത്രയും മൃഗീയമായി പെരുമാറുക? റാഗിങ് എന്ന് പറഞ്ഞ വൃത്തികേടിൻ്റെ പേരിലാണ് ഇതൊക്കെ ഈ കോട്ടയത്തെ നഴ്സിംഗ് കോളേജ് ചെയ്തു കൂട്ടിയത്. കാരണം ഇവരെയും സംരക്ഷിക്കാൻ ആരെങ്കിലും ഇറങ്ങുകയാണെങ്കിൽ ആ പാർട്ടിയുടെ നേതാക്കന്മാർക്ക് വോട്ട് ചെയ്യില്ല എന്ന് അമ്മമാർ തീരുമാനിക്കണം. അങ്ങനെയൊക്കെയുള്ള ശിക്ഷാവിധികൾ വന്നാലേ ഈ നേതാക്കന്മാർ ഉളുപ്പില്ലാതെ ഇതിലൊക്കെ ഇടപെടാതിരിക്കൂ. ആലപ്പുഴ പുന്നപ്പുറയിൽ അമ്മയുടെ ആൺ സുഹൃത്തിനെ ഷോക്കടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയുടെ വീട്ടിൽ ഉപയോഗിച്ചിരുന്നത് മോഷ്ടിച്ച വൈദ്യുതിയാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. 3 മാസമായി ഇയാൾ വൈദ്യുതി മോഷ്ടിക്കുകയായിരുന്നു. വീടിന് പിന്നിൽ കമ്പി കൊണ്ട് വൈദ്യുതി കെണി ഒരുക്കിയാണ് ഇയാൾ കൊലപാതകം നടത്തിയത്. KSB പരാതിയിൽ, അതായത് മോഷണ കാര്യത്തിൽ KSB പരാതി കൊടുത്തു. ആ പരാതിയിൽ പോലീസ് ഇപ്പോൾ കേസെടുത്തു. 24 എക്സ്ക്ലൂസീവ് വാർത്തയുമായി മനീഷ് മഹിവാൽ ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു. മനീഷ്, യഥാർത്ഥത്തിൽ ഈ KSB കറണ്ട് മോഷ്ടിക്കുന്ന ആൾക്കാരുടെ എണ്ണം നമ്മുടെ നാട്ടിൽ കാര്യമായിട്ടുണ്ടോ, അതോ ഇതൊരു ഒറ്റപ്പെട്ട കേസാണോ? SK യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ KSB ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ബില്ല് വരുന്നത് കൊണ്ട് തന്നെ അതില്ലാത്ത പല സ്ഥലങ്ങളിലും ഈ രീതിയിൽ മോഷണം നടക്കുന്നുണ്ട് എന്ന് KSBക്ക് അറിയാം. പക്ഷേ അത്തരം സ്ഥലങ്ങളിലൊക്കെ തന്നെ പെട്ടെന്നുള്ള ഇൻസ്പെക്ഷനൊക്കെ വന്ന് KSB അത്തരം ആളുകളെ പിടികൂടാറുണ്ട്. പക്ഷേ ഈ ഒരു സംഭവത്തിൽ ഇയാൾ 2 മാസത്തിലധികമായി, ഏകദേശം 3 മാസത്തോളമാകുന്നു ആയി വീട്ടിൽ കരണ്ട്, അതായത് വീട്ടിൽ പ്രധാനപ്പെട്ട മിക്സി, അതുപോലെ തന്നെ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ചെറിയ വീടാണെങ്കിലും ഇതൊക്കെ തന്നെ ഉള്ള വീടാണ്. അങ്ങനെ ഒരുപാട് ഉപഭോഗം ഉള്ളതുകൊണ്ട് തന്നെ
യഥാർത്ഥത്തിലുള്ള മീറ്ററിൽ മറ്റൊരു കമ്പി ഘടിപ്പിച്ചുകൊണ്ട് അതായത് അനധികൃതമായി കൂടുതൽ വൈദ്യുതി ഇയാൾ മോഷ്ടിക്കുകയായിരുന്നു എന്നാണ് പോലീസ് ഈ KCB മനസ്സിലാക്കിയത്. നാടിനെ ഞെട്ടിച്ച ഒരു കൊലപാതകമായിരുന്നു അത്. അതായത് ഈ രീതിയിൽ ഒരു കെണി ഒരുക്കി, വീടിന്റെ പിന്നിൽ ഒരു കെണി ഒരുക്കി ഒരാളെ കൊലപ്പെടുത്താൻ വേണ്ടി ഇയാൾ 2 മാസത്തിലധികമായി എല്ലാ ദിവസവും രാത്രി ഈ അടുക്കള ഭാഗത്ത് കെണി ഒരുക്കിയിട്ടുണ്ട് എന്നാണ് പോലീസ് മനസ്സിലാക്കിയത്. ഇതിനുശേഷം ഇവരെ 3 പേരെയും ജയിലിൽ റിമാൻഡ് ആക്കിയ ശേഷമാണ് KCB അവിടെ ഒരു പരിശോധന നടത്തിയത്. അങ്ങനെയാണ് KCBക്ക് ഇത് വ്യക്തമായത്. 22,000 രൂപയുടെ വൈദ്യുതി ഇയാൾ മോഷ്ടിച്ചു എന്നാണ് KCBയുടെ നിലവിലെ കണക്ക്. ഇത് പ്രകാരം ജാമ്യമില്ലാ വകുപ്പ് ചുമത്തുന്നുണ്ട്. പക്ഷേ ഈ വീട് നിലനിൽക്കുന്നത് ഈ അശ്വമ, അതായത് പ്രതി കിരണിന്റെ അമ്മ അശ്വമയുടെ മാതാവ് തങ്കമണിയുടെ പേരിലാണ് ഈ KCB കണക്ഷൻ ഉള്ളത്. തങ്കമ്മ പരേതയാണ്. അതുകൊണ്ട് തന്നെ മകൾ അശ്വം, അതായത് പ്രധാനപ്പെട്ട പ്രതി, 1ാം പ്രതിയുടെ അമ്മ അശ്വമയുടെ പേരിലായിരിക്കും ഇപ്പോൾ പോലീസ് കേസെടുക്കുക. നിലവിൽ കേസ് എടുത്തിട്ടുണ്ട്. KCBയുടെ ഒരു കണക്കനുസരിച്ച് സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഈ രീതിയിലുള്ള മോഷണം നടക്കും. എന്തായാലും ഈ കൊലപാതകത്തിന് ഉപയോഗിച്ച വൈദ്യുതി പോലും മോഷ്ടിച്ചതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, താങ്ക് യു. മനീഷ് മഹിബാലാണ് വിവരങ്ങൾ നൽകിയത്. ചാലക്കുടി അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ ആന ജനവാസ മേഖലയിലെത്തി. ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി ചികിത്സാ ദൗത്യം ആരംഭിക്കാനിരിക്കെയാണ് ആന ജനവാസ മേഖലയിൽ വീണ്ടും എത്തിയത്. ആനയുടെ പുതിയ ദൃശ്യങ്ങൾ 24 കിട്ടി. തൃശ്ശൂരിൽ നിന്നും സൂരജ് സജി തത്സമയം ചെയ്യുന്നു. സൂരജ്, യഥാർത്ഥത്തിൽ ഈ ആന വീണ്ടും നമ്മുടെ ക്യാമറയിൽ പെടുകയാണ്. നേരത്തെയും നമ്മുടെ ക്യാമറ സംഘത്തിലായിരുന്നല്ലോ ഈ ആന വന്ന് പെട്ടത്. അവരെല്ലാം വനംവകുപ്പ് അന്വേഷിച്ച് നടക്കുമ്പോൾ ഇപ്പോഴും ആ അനുഭവം ഉണ്ടായോ? ഇന്നലെ ഈ ആനയെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. അതിനിടയിലാണ് ഇന്ന് രാവിലെ 24ന്റെ ക്യാമറ കണ്ണിൽ ഈ ആന പെടുന്നത്. വൈകുന്നേരവും ഇത് തന്നെയാണ്. പക്ഷേ ജനവാസ മേഖലയിലേക്ക് ആന നിരന്തരം എത്തുന്നു എന്നുള്ളതാണ് ഈ പ്രദേശവാസികളെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്നത്. അത് ഈ ആനയുടെ ആരോഗ്യസ്ഥിതി ഗുരുതരാവസ്ഥയിലായതിനു ശേഷമാണ് ആന ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിത്തുടങ്ങിയതെന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഈ ആനയുടെ മസ്തകത്തിലെ മുറിവിൽ നിന്ന് പുഴുവരിച്ചിറങ്ങുന്ന ദൃശ്യങ്ങൾ 24 പുറത്തുവിട്ടിരുന്നു. ഇന്ന് രാവിലെയും നടക്കാനിറങ്ങിയ 2 പേരെ ഈ ആന ഓടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് ആനയുടെ മുറിവ് കൂടുതൽ ഗുരുതരാവസ്ഥയിലേക്ക് പോയതോടുകൂടിയാണ് ഈ ആളുകളെ ആക്രമിക്കുന്നതിലേക്ക് അടക്കം നയിച്ചതെന്നാണ് പറയുന്നത്. എന്തായാലും വെറ്റിലപ്പാറ 15-ലാണ് ആന ഇറങ്ങിയത്. ജനവാസ മേഖലയിൽ നിന്ന് ആനയെ ഇപ്പോൾ തുരത്തി ഈ പ്ലാന്റേഷന്റെ എണ്ണപ്പനത്തോട്ടത്തിലേക്ക് കയറ്റിവിട്ടിട്ടുണ്ട്. ചാലക്കുടി പുഴയോട് ചേർന്ന മേഖലയാണ്. എന്തായാലും ജനവാസ മേഖലയിൽ നിന്ന് ആന നീങ്ങിയിട്ടുണ്ട്. നാളെ രാവിലെ ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള സംഘം അതിരപ്പള്ളിയിലെത്തി ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി ഈ കോടനാട് എത്തിച്ച് ചികിത്സ നൽകുന്ന ദൗത്യം ആരംഭിക്കുകയും ചെയ്യും. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. ഇനി അമേരിക്കയിലേക്ക് 2 ദിവസത്തെ സന്ദർശനത്തിനായി അമേരിക്കയിലെത്തിയ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടെസ്ല CEO ഇലോൺ മസ്കുമായി ഉടൻ കൂടിക്കാഴ്ച നടത്തുമെന്ന് 24ന്റെ അമേരിക്കൻ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 2:30 മണിക്കാണ് മോദി ട്രംപിൻ്റെ നിർണായകമായ കൂടിക്കാഴ്ച നടക്കുക. മധു കൊട്ടാരക്കര അമേരിക്കയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. മധു, പ്രൈം ടൈമിലേക്ക് താങ്കൾക്കും സ്വാഗതം. പറയൂ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് SKN. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരം ഏറ്റെടുത്തതിനു ശേഷം ഇത് 4ാമത്തെ രാഷ്ട്രത്തലവനാണ് അമേരിക്കയിൽ എത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സുപ്രധാനമായ പല കൂടിക്കാഴ്ചകളും മോദിയുമായിട്ടുണ്ട്. എലോൺ മസ്കുമായിട്ട് ഉള്ള കൂടിക്കാഴ്ച വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ഇരു രാജ്യങ്ങളും കാണുന്നത്. ഇന്ന് 4 മണിക്ക് പ്രാദേശിക സമയം 4 മണിക്കാണ് വൈറ്റ് ഹൗസിലെ ഓവൽ ഓഫീസിൽ വെച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നരേന്ദ്രമോദിയുമായിട്ടുള്ള കൂടിക്കാഴ്ച. ഇന്ത്യയിൽ പുലർച്ചെ 2:30-ക്കായിരിക്കും ഇത്. സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ഈ മീറ്റിംഗിൽ ഉണ്ടാകും. ഈ മീറ്റിംഗിന്റെ അജണ്ട ഏതാണ്ട് തീരുമാനിച്ചെന്നുള്ള വിവരങ്ങളാണ് വാഷിംഗ്ടണിൽ നിന്ന് ലഭിക്കുന്നത്. പ്രധാനമായിട്ടും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കമ്മി കുറയ്ക്കുക എന്നുള്ളതായിരിക്കും ഡൊണാൾഡ് ട്രംപിന്റെ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം. ഇപ്പോൾ ഏതാണ്ട് 40 ബില്യണോളം വ്യാപാര കമ്മിയുണ്ട്. അത് മാത്രമല്ല, കാർഷിക വിഭവങ്ങൾ ഉൾപ്പെടെയുള്ള അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുവാൻ ഇന്ത്യ സഹകരിക്കണമെന്നുള്ള നിർദ്ദേശവും മുന്നോട്ട് വെക്കും. എന്നാൽ ഇന്ത്യ മുന്നോട്ട് വാഗ്ദാനം ചെയ്യുന്നത് ഈ തീരുവ ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും പ്രധാന വിഷയമാണ്. ഇന്ന് നരേന്ദ്രമോദിയുടെ കൂടിക്കാഴ്ചയ്ക്ക് മുന്നേ തന്നെ ഒരു തീരുമാനം വരാനുള്ള സാധ്യതയുണ്ട്. ഇത് സംബന്ധിച്ചുള്ള ചില സൂചനകൾ ഡൊണാൾഡ് ട്രംപും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക് സാധനങ്ങൾ, അതുപോലെ കെമിക്കൽ, അതുപോലെ മെഡിക്കൽ മേഖലയിൽ തീരുവ 1 ഡസനോളം ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ കുറയ്ക്കുവാനുള്ള സന്നദ്ധത കാണിക്കും. ആഗോളതലത്തിൽ തന്ത്രപ്രധാനമായ പ്രതിരോധ മേഖലയിലുള്ള പങ്കാളിത്തം ഇരു രാജ്യങ്ങളും ഉറപ്പുവെക്കാനുള്ള സാധ്യതയും
ഈ യോഗത്തിൽ ഉണ്ടാകും. ഇന്ന് അത്താഴ വിരുന്നിന് ശേഷം അതിനു മുമ്പ് മാധ്യമങ്ങളെ കണ്ട് ഇരു നേതാക്കളും ഇത് സംബന്ധിച്ചുള്ള വിശദീകരണം നൽകുകയും ചെയ്യും. SKN. ഓക്കെ, താങ്ക് യു. മധു കൊട്ടാരക്കരയാണ് വിവരങ്ങൾ നൽകിയത്. മധു എന്നെ കണ്ടപ്പോൾ ഗുഡ് മോർണിംഗ് പറഞ്ഞില്ലേ? അത് അമേരിക്കയിൽ ഇപ്പോൾ മോർണിംഗ് ആണ്, അതുകൊണ്ടാണ്. പ്രൈം ടൈമിലേക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം അവസാന ഘട്ടത്തിലേക്ക് ഇപ്പോൾ സൂരജ് സജയ് തൃശ്ശൂരിൽ നിന്നൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് പാലപ്പള്ളി 36 ഒറ്റയാൻ ഇറങ്ങിയിട്ടുണ്ട്. കാരിക്കുളം, കടവ, പാലച്ചുവട്, മേച്ചേരി കോളനി എന്നീ സ്ഥലത്തുള്ള ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം വന്നിരിക്കുന്നു. ഒറ്റയാൻ കൊമ്പൻ അപകടകാരിയാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയാം, കാരിക്കുളം, കടവ്, പാലച്ചുവട്, മേച്ചേരി കോളനി ഭാഗത്തുള്ള ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം വന്നിട്ടുണ്ട്. ഇനി വാൽകൃഷ്ണൻ. സ്വകാര്യ സർവകലാശാല വിഷയത്തിൽ കാലത്തിനനുസരിച്ച് നിലപാട് മാറ്റേണ്ടി വരും എന്ന പ്രതികരണവുമായി EP ജയരാജൻ. പണ്ട് ഭൂമി പരന്നതാണ് എന്നല്ലേ നമ്മളെ പഠിപ്പിച്ചിരുന്നത്, എന്നാൽ ഇപ്പോൾ പഠിപ്പിക്കുന്ന അങ്ങനെയല്ലല്ലോ. ഇങ്ങനെയാണ് EP ജയരാജൻ അത് ന്യായീകരിക്കുന്നത്. കാലത്തിനനുസരിച്ച് മാറുന്ന നിലപാടുകൾ എന്തെല്ലാമാണ്? അഫ്സലിൻ്റെ വാൽകൃഷ്ണൻ. പരിപ്പുവടക്കും കട്ടൻ ചായക്കും ശേഷം ഭൂമിനെക്കുറിച്ച് ഒരു പുസ്തകം വരാൻ സാധ്യത ഉണ്ട്. ഭൂമി പരന്നതാണെന്നാണ് സാങ്കല്പികത്വം. അന്ന് പഠിപ്പിച്ചതും ഭൂമി പരന്നതാണ്. ഇന്നതാണോ പഠിപ്പിക്കുന്നത്? ഇത് അണ്ഡാകൃതിയിലാണ്. മനസ്സിലാക്കി കളഞ്ഞല്ല, ഇത് അണ്ഡാകൃതിയിലാണ്. എന്താപ്പോ നമ്മൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കണത് എന്ന് ഉന്നത വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യണ ആർക്കെങ്കിലും വല്ല വിവരവും കിട്ടിയോ? നമ്മൾ ആഗോളവൽക്കരണത്തിന്റെ 3.5 പതിറ്റാണ്ട് പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. നമ്മളെ നിലപാടുകൾ ഓരോന്ന് ശാസ്ത്രം ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തിന് മാറാതിരിക്കാൻ പറ്റില്ല, അതാ സയൻസ്. ലോകത്തിനും നമ്മളെ നിലപാടിനും മാറാതിരിക്കാൻ പറ്റൂല. ആ മാറ്റം കേരളത്തിലെ പാർട്ടിയും അംഗീകരിച്ചു. അതാണ് പുതിയ കേരളം, നവകേരളം. പുതിയ കേരളത്തില് സ്വകാര്യ യൂണിവേഴ്സിറ്റി, കൊക്കക്കോള സമര സമയത്തെ വെള്ള പ്രശ്നം, ഈ നിലപാടുകളൊക്കെ തച്ചുടച്ച് പുതിയ നിലപാടുകൾ പുറത്തിറക്കും. സർവതല സ്പർശിയായ മേഖലയിൽ അതിനെ അടിച്ചു പണിയുക. ഇപ്പൊ അഴിച്ചു പണിയാണ്. അപ്പോ അന്ന് അടിച്ച് പണിതവരോടൊക്കെ എന്ത് പറയും? ഞങ്ങളതിന് ഒരുപാട് ബ്രോഷറുകളൊക്കെ ഉണ്ടാക്കി പല യൂണിവേഴ്സിറ്റികളെ അയച്ചു. 30 ഫോറിൻ യൂണിവേഴ്സിറ്റിയിലുള്ള കോൺഫറൻസിലുണ്ടായിരുന്നു എന്നെ അവർ ആക്രമിച്ച സമയത്ത്. അന്ന് തല്ലിയത് തെറ്റായിപ്പോയി. പഠിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു വാസ്തവം എന്ന് പറയുന്നത്. ഒരു മരം വയ്ക്കുമ്പോൾ 20 കൊല്ലം മുമ്പ് വയ്ക്കണം എന്നാണ് ശാസ്ത്രം. അത് നടക്കാത്തത് കൊണ്ട് ഇനി 20 കൊല്ലം കഴിഞ്ഞിട്ടെങ്കിലും നമുക്ക് നോക്കാം. 20 കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾക്ക് അന്നുണ്ടായ വേദന പാർട്ടി മനസ്സിലാക്കണു. സാരല്ല, കടകംപള്ളി പറഞ്ഞ പോലെ അന്ന് അതിൽ തെറ്റ് പറ്റി അല്ലേ മാഷേ? അത് കടകംപള്ളി പറഞ്ഞത് വളരെ കറക്റ്റാണ്. നമുക്കെല്ലാം പറ്റിയ അബദ്ധമാണ്. അപ്പൊ സാർ എന്നെ ഇന്നലെ റാസ്കൽ എന്നൊക്കെ വിളിച്ചത് വെറുതെ ആയി. അതൊക്കെ എന്റെ ഡ്യൂട്ടിയുടെ ഭാഗമല്ലേ. പക്ഷേ പറ്റിപ്പോയ തെറ്റുകൾ തിരുത്താനുള്ള അവസരം ജനാധിപത്യത്തിലുണ്ട്. അന്ന് അടി, ഇന്ന് തെറ്റ് തിരുത്തലും. എല്ലാറ്റിനും ഒരു പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. ഓരോ കാര്യത്തിന് ഓരോരുത്തരെ ഇങ്ങനെ തല്ലുക. പിന്നെ നമുക്ക് ഭരണം കിട്ടുന്ന സമയത്ത് ഇതൊക്കെ തിരുത്തി പറയാം. എന്ത് സുഖം അങ്ങക്ക് ഇതിന്ന് കിട്ടണത്? ഒരു ഹാപ്പിനെസ്. ഒരേ മനുഷ്യന്മാരാണ്, ഒരേ കാര്യത്തിൽ 2 കാര്യം പറയുകയും ചെയ്യൊക്കെ ചെയ്യണേ. ഈ മനുഷ്യന്മാരെ നമ്മൾ എങ്ങനെയൊന്ന് വിലയിരുത്തുക? ഒരു മനുഷ്യൻ തന്നെ രണ്ടാണ്. ഒരേ ഒരു മനുഷ്യനെ നമ്മൾ കാണുന്നു, ആ മനുഷ്യൻ നമ്മൾ കാണുന്ന മനുഷ്യനുമാണ്, നമ്മൾ കാണാത്ത മനുഷ്യനും ചേർന്നതാണ് ഒരു മനുഷ്യൻ. അത് ശരിയാണ്. പണ്ട് പ്ലാച്ചിമട സമരകാലത്ത് അവിടെ കണ്ട ചില മനുഷ്യന്മാരൊന്നും ഇന്ന് ബ്രൂവറി കാലത്ത് അവിടെ കാണുന്നില്ല. പ്ലാച്ചിമടയിൽ കൊക്കക്കോളയ്ക്കെതിരെ സമരം നടത്തി കൊക്കക്കോള ഫാക്ടറിയെ പൂട്ടിച്ചവരാണ് ഇപ്പോൾ ഇവിടെ ബ്രൂവറിയും ഡിസ്റ്ററിയും തുടങ്ങാനുള്ള നടപടിയുമായി മുന്നോട്ട് വരുന്നത്. പക്ഷേ ശാസ്ത്രം വളർന്നു, ചിന്തകളും മാറി. 5 ഏക്കർ മഴവെള്ള സംഭരണിക്ക് ഉപയോഗിച്ചാൽ ഒരു 10 കോടി ലിറ്റർ വെള്ളം, മഴവെള്ളം ഓരോ സീസണിലും സംഭരിക്കാം. പുതിയ കണ്ടെത്തലുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. സൂക്ഷ്മാംശത്തിലുള്ള പുതിയ കണ്ടെത്തലുകളെ ഫലപ്രദമായിട്ട് ഉപയോഗിച്ച് മുന്നോട്ടേക്ക് പോയാൽ. പക്ഷെ ഇതൊക്കെ നമുക്ക് മനസ്സിലാണെങ്കിൽ ഒരു 20 കൊല്ലെങ്കിലും മിനിമം സമയം വേണം. ഒരു 20 കൊല്ലം കൊണ്ട് കേരളം 400 കൊല്ലക്കാലത്തെ വളർച്ച നേടിയ വികസിത സമൂഹത്തിന് 400 കൊല്ലമാണ് പ്രായം. 400 കൊല്ലം കൊണ്ട് അവരൊക്കെ നേടിയ നേട്ടം 20 കൊല്ലം നമ്മൾ തടഞ്ഞാലും അതൊക്കെ നടപ്പിലാക്കാൻ പറ്റുന്ന മൂർത്ത സാഹചര്യമാണ് ഇപ്പൊ നിലവിലുള്ളത്. ഒരു മൂർത്ത സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ട് തീരുമാനമെടുക്കുക എന്നുള്ളത് ഒരു മാർക്സിയൻ നിലപാടിന്റെ ഭാഗമായി കൂടിയാണ്. മാറ്റം വേണമെന്ന് അല്ലെങ്കിലും മാർക്സ് പറഞ്ഞേക്കണ്, അതൊക്കെ ടീച്ചർക്ക് അറിയാം. കൈയടിച്ചു കൊടുക്കും, നിങ്ങളോട്ട് പറയുകയും ചെയ്യില്ല, ആളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യില്ല. ഇങ്ങനെയുള്ള നിലപാടിന് കൈയടിക്കുന്നോണ്ടാണ് കേരളവും കേരളത്തെ സംരക്ഷിക്കുന്ന പാർട്ടിയൊക്കെ നിലനിൽക്കുന്നത്. ഞാൻ ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം, കേൾക്കുന്നതിന്റെ അപ്പുറം കേൾക്കാനും വരികൾക്കിടയിൽ വായിക്കാനുമുള്ള മലയാളിയുടെ ശേഷി കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് നിലനിൽക്കുന്നത്. നേതാക്കളുടെ നിലപാടുകൾ വരികൾക്കിടയിലൂടെ വായിച്ച് മനസ്സിലാക്കാൻ
നാട്ടുകാർ പഠിക്കുന്നത് വരെ ഏതൊക്കെ നിലപാടാണ് മാറുക എന്ന് കാത്തിരുന്ന് കാണാം. ഇതോടെ പ്രൈം ടൈം അവസാനിക്കുന്നു. താങ്ക് യു.